ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷെഫ് പണിക്കർ, 4 ലിറ്റർ റെസ്റ്റോറൻറ്റ് അജ്മാൻ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കെങ്ങനെ ഒരു ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി വെക്കാമെന്നുള്ളതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളോട് നമുക്ക് പങ്കുവയ്ക്കാം. വരൂ എന്നോടൊപ്പം. നമ്മുടെ ചട്ടി അങ്ങനെ നല്ലോണക്ക് നോക്കി നല്ല ചൂടായി വന്നിരിക്കുകയാണ്. ആ സമയം നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഏകദേശം ഒരു 50 മില്ലിയോളം ഉണ്ട് വെളിച്ചെണ്ണ. 1 കിലോ ചിക്കനിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഒരു ചിക്കൻ ഉണ്ടാക്കുന്നു. ചിക്കൻ വെളിച്ചെണ്ണ നല്ല മൂത്ത് വന്നിരിക്കുകയാണ്. ആ തക്ക നോക്കി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ മസ്റ്റേർഡ് ആകുമ്പോൾ ഒരു 5 ഗ്രാം മസ്റ്റേർഡ് ഉണ്ട്. 1 ടീസ്പൂൺ മസ്റ്റേർഡിന് 5 ഗ്രാം. നമ്മുടെ ആ വെളിച്ചെണ്ണയും കടുകുമായിട്ട് അങ്ങനെ ഇപ്പം ഒരു മൽപ്പിടുത്തലാണ്. അങ്ങനെ ആ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടുന്ന ആ തക്ക നോക്കി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 10 ഗ്രാം വെളുത്തുള്ളി ചുവപ്പിടുകയാണ്. 2 ടീസ്പൂൺ ഇടുകയാണ്. 2 ടീസ്പൂൺ അങ്ങനെ വെളുത്തുള്ളി ഇട്ടിരിക്കുകയാണ്. വെളുത്തുള്ളി അങ്ങനെ ഒന്ന് മൂത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മൾ ഒരു 10 ഗ്രാം ഇഞ്ചി ഇടുകയാണ്. സ്ലൈസായിട്ടുള്ള ഇഞ്ചിയാണ്. നിങ്ങൾക്ക് ഇഷ്ടം അനുസരണം സ്ലൈസറോ ചോപ്പറോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇഞ്ചി അങ്ങനെ മൂത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഇടാൻ പോകുന്നതാണ് ഗ്രീൻ ചില്ലി, പച്ചമുളകാണ്. ഒരു ഏകദേശം 8 ഗ്രാം മുളക് ഇട്ടിട്ടുണ്ട്. 8 ഗ്രാം പച്ചമുളകുണ്ട്. നോക്കി നല്ല പച്ചക്കരിപ്പിടാണ്. ഒരു സ്വല്പം നമ്മുടെ നാളികേരം സ്ലൈസ് നാളി ഇട്ടുകയാണ്. സ്ലൈസായിട്ട് നാളി ഇട്ടിരിക്കുകയാണ്. 2-3 പീസ് നമ്മുടെ വറ്റൽമുളക് ഇട്ടു. ഇങ്ങനെ വറ്റൽമുളകും നാളികേരവും ഇഞ്ചിയും പച്ചമുളകും കടുകും എല്ലാം കൂടെ ഒന്ന് സമമായി മൂത്ത് വരുമ്പോഴത്തേക്ക് അടുത്തായിട്ട് നമ്മളിടാൻ പോകുന്നത് നമ്മുടെ ഉള്ളി ചുവന്നുള്ളിട്ടിരിക്കുകയാണ്. അതിന് കൂടെ ഒരു 50 ഗ്രാം നമ്മുടെ സവോള സവോള ഇട്ടിട്ടുണ്ട്. ഒരു 5 ഗ്രാം ഉപ്പ് ഇട്ട് പോകാണ്. സവോള പേകന്ന് നല്ല വാടാൻ വേണ്ടിയാണ്. ഒരു 5 ഗ്രാം ഉപ്പിട്ടുണ്ട്. ആ സവോളയെല്ലാം തന്നെ ആ കൊച്ചുള്ളി സവോള അങ്ങനെ വാടി ഗോൾഡൻ ബ്രൗൺ വിചാരിക്കുകയാണ്. ആ ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് നമ്മളൊരു 5 ഗ്രാം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുക. നല്ല മഞ്ഞൾപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി ഇട്ട് ഒരു 10 ഗ്രാം മുളക് പൊടി വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ സ്പൈസി വേണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. കുറച്ചിട്ടാൽ മതി. അത് കുറച്ചിടുന്നുള്ളൂ. എല്ലാവർക്കും സ്പൈസി ഏകദേശം ഇപ്പോഴത്തെ കാലത്ത് ഒന്നിന് ഇഷ്ടമല്ല. അങ്ങനെ ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിരിക്കുകയാണ്. അതൊന്ന് ആ മസാലയുടെ ആ മണം മാറി വരുമ്പോൾ ഒരു ശകലം കൂടി ഒരു നൂറിൽ ഉപ്പിടുകയാണ്. ഒരു ശകലം ഉപ്പിട്ടു. പാകത്ത് ഉപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ മസാല ഇപ്പം നല്ല മൂത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ആ പുകയും മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഒരു 100 ഗ്രാം 2 പീസ് തക്കാളി അതും കൂടെ ഒഴിക്കുകയാണ്. പേസ്റ്റാണ്. കൊഴുപ്പ് കിട്ടാണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. കറിക്ക് കൊഴുപ്പ് കിട്ടാണ്ട് ഇനി ആ തക്കാളിയുടെ ആ പച്ചമണം മാറുന്ന വരെ സോട്ട് ചെയ്യാണ്ടിരിക്കണം. ഇളക്കി മൂപ്പിക്കുക. ചിക്കൻ്റെ ആ മസാല ഏകദേശം ആ സവോളയും തക്കാളിയും എല്ലാം നല്ല സോട്ടായിരിക്കണം. അപ്പോൾ ഒരു ശകലം സ്വല്പം വെള്ളം ഒഴിച്ച് വെക്കണം. ഏകദേശം ചിക്കൻ മുങ്ങി കിടക്കത്തക്ക ഭാഗത്തിന് ഒഴിക്കാനുള്ള വെള്ളം, അധികം വെള്ളം ഒഴിക്കില്ല. ചിക്കനകത്ത് വെള്ളമുണ്ട്. മസാല എല്ലാം കൊണ്ട് നല്ല തിളച്ച് വന്നിരിക്കുകയാണ്. ആ സമയം ഇവിടെ ആ കട്ട് ചെയ്തിരിക്കുന്ന ക്ലീൻ ചെയ്ത് നല്ല കട്ട് ചെയ്ത് വാഷ് ചെയ്യുക ചിക്കൻ 1 കിലോ ചിക്കൻ ഉണ്ട്. അത് ഇടുവാണ്. അങ്ങനെ ആ ചിക്കൻ അങ്ങനെ പയ്യെ ഇട്ടിടണം. അങ്ങനെ നമ്മുടെ ആ ചിക്കൻ കറി നോക്കി നല്ല സുന്ദരമായിട്ടിരിക്കുകയാണ്. നല്ല കുറി വന്നിരിക്കുകയാണ് നമ്മുടെ ആ മസാല ഗ്രേവി. ആ സമയം നമ്മൾ ചെയ്യാൻ പോകുന്ന നോക്കിക്കോണേ, ഒരു അടപ്പിട്ടൊരു 5 മിനിറ്റ് ഒന്ന് മൂടിയിരിക്കണേ. ആ ചിക്കൻ കറി അങ്ങനെ ഏകദേശം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി നല്ല ഓക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശകലം നമ്മുടെ ആ ഗരം മസാല പൗഡർ ഇടാൻ പോകുന്നു. ശകലം ഒരു 5 ഗ്രാം ഗരം മസാല പൗഡറാണ്. ഒരു 5 ഗ്രാം സോമ്പ് പൗഡർ
നമ്മുടെ പെരിഞ്ചീരകപ്പൊടി സോമ്പ് ഇട്ട് വേണം അതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചിക്കൻ കറികളെല്ലാം ഉണ്ടാക്കുമ്പം ഈ മസാലപ്പൊടികൾ ഈ ഗരം മസാലയൊക്കെ ലാസ്റ്റ് നമ്മൾ ചിക്കനകത്ത് നമ്മൾ ചേർക്കാവുള്ളൂ. അതിൻ്റെ ആ ഫ്ലേവർ പോവും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്തത്. നല്ല കുറുകിയ ഒരു ചിക്കൻ കറിയാണിത്. നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഇപ്പം ഫിനിഷ് ആയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കുറുകിയിരിക്കുന്ന നമ്മുടെ ആ ശകലം ആ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്നാം പാലാണിത്. ആ ഒന്നാം പാൽ ഒഴിച്ച് കട്ടി തേങ്ങാപ്പാലാണ്. അങ്ങനെ നമ്മുടെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു. ചിക്കൻ ഏകദേശം സെറ്റായിരിക്കുകയാണ്. അധികം സ്പൈസി ഇല്ല. നല്ല ചിക്കൻ കറിയാണ്. നല്ല കുറുകിയ ചിക്കൻ കറി. അങ്ങനെ ഫിനിഷ് ആകുന്ന നേരത്തെ ഒരു ശകലം നമ്മുടെ ആ കരിവേപ്പില ഇടാണ്. ഫിനിഷ് ആയിരിക്കുകയാണ് ചിക്കൻ കറി. ഒരു സ്വല്പം വെളിച്ചെണ്ണ കൊടുക്കുക. നമ്മുടെ ചിക്കൻ കറി കൂട്ടുകാരി ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. നോക്കി നല്ല കുറുകിയ ഗ്രേവിയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെ എല്ലാം തന്നെ കൂടെ കഴിക്കാം. നല്ല കുറുകിയ ഗ്രേവിയാണ്. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഈസിയായ ചിക്കൻ കറി നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അജ്മാൻ 4 അടിച്ചു കയറുക.